Good morning, my students. നമ്മൾ ലോസ് ഓഫ് മോഷൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 ഡയമെൻഷൻ മോഷൻ്റെ തിയറി എല്ലാം കംപ്ലീറ്റ് ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ എടുത്തത് യൂണിഫോം സർക്കുലർ മോഷൻ. അതിലൊരു ആക്സിലറേഷൻ സെൻട്രലിലോട്ട് ആക്ട് ചെയ്യുന്നു. സെൻട്രലിലോട്ട് ആക്ട് ചെയ്യുന്ന ആക്സിലറേഷന് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്നും അതിൻ്റെ ഡെറിവേഷൻ അത് 3 മാർക്കിൻ്റെ ഇതായിട്ട് ചോദിക്കും. നല്ലോണം എഴുതി പഠിക്കുക. ഇനി അതിനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് നമുക്ക് സമയം കളയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ആൻസർ എഴുതി നിങ്ങൾക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തരാം. ഇപ്പോൾ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു യൂണിറ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോണത്. ലോസ് ഓഫ് മോഷൻ, ചലനത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ. അതാണ് ഇവിടെ വരുന്നത്. അതിൽ ഫസ്റ്റ് ടേം എന്നുള്ളത് അരിസ്റ്റോട്ടിൽസ് ഫാളസി. അരിസ്റ്റോട്ടിൽസ് ഫാളസി. അപ്പൊ അദ്ദേഹം ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഫാളസി മീൻസ് തെറ്റ്, അരിസ്റ്റോട്ടിലിന്റെ തെറ്റ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഒരു ബോഡി മൂവ് ചെയ്യണമെങ്കിൽ അതിന് പുറകിൽ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ തെറ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞത്. ഒരു ബോഡി മൂവ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ അതിന് പുറകിൽ നിശ്ചിതമായിട്ടും ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. അത് പിന്നീട് ഗലീലിയോ അദ്ദേഹം അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്തു. അതായത് യൂണിഫോം മോഷനിലാണ് ഒരു ബോഡി ഇരിക്കണമെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആയിരിക്കും എന്ന് ഗലീലിയോ പ്രൂവ് ചെയ്തു. അരിസ്റ്റോട്ടിൽസ് ഫാളസി വാസ് കറക്റ്റഡ് ബൈ ഗലീലിയോ. ഇപ്പൊ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, വാട്ട് ഈസ് അരിസ്റ്റോട്ടിൽ ഫാളസി എന്ന് ചോദിക്കാം. ഹൗ ഇറ്റ് ഈസ് കറക്റ്റഡ് ബൈ ഗലീലിയോ. ഇപ്പൊ ഗലീലിയോ തിയററ്റിക്കലായിട്ട് പ്രൂവ് ചെയ്താണ്. എക്സ്പെരിമെന്റ് ആയിട്ട് അന്ന് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തിയററ്റിക്കലായിട്ട് പ്രൂവ് ചെയ്താണ്. നോ ഫോഴ്സ് ഈസ് ബിഹൈൻഡ് എ ബോഡി ഇൻ യൂണിഫോം മോഷൻ. ശ്രദ്ധിക്കുക, ഏത് മോഷനാണ്? യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അവിടെ ആക്സിലറേഷൻ 0 ആണ്, അതുകൊണ്ട് ഫോഴ്സും ഇല്ല. അതാണ് അരിസ്റ്റോട്ടിൽസ് ഫാളസി. അത് എങ്ങനെ കറക്റ്റ് ചെയ്തു? നെക്സ്റ്റ് ടേം ശ്രദ്ധിക്കുക, ഇനേർഷ്യ. നിങ്ങൾ ഒരുപാട് കഴിഞ്ഞ വർഷം നിങ്ങൾ ജഡത്വം എന്നാണ് ഇതിന് മലയാളത്തിൽ പറയുന്നത്, ഇനേർഷ്യ. ഇപ്പൊ ആനിമൽ പ്ലാനറ്റ്, ഡിസ്കവറി ചാനലൊക്കെ നിങ്ങൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. ഒരു ലയൺ ഒരു ഡിയർ പോലെയുള്ള ചെറിയ ജീവികളുടെ പുറയിൽ ഓടുകയാണെങ്കിൽ ആ ഡിയർ സിക്സാഗ് മോഷൻ അല്ലെങ്കിൽ കർവ്ഡ് പാത്തിലായിരിക്കും ഓടുന്നത്. അതങ്ങനെ ജന്മനാ കിട്ടിയൊരു കഴിവാണ്. പക്ഷെ ലയൺ പോലെയുള്ള ഹെവി ആയിട്ടുള്ള ജീവികൾ ഈ പാത്തിൽ ഓടുമ്പോൾ പെട്ടെന്ന് ക്ഷീണിക്കുകയും നിൽക്കുകയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ 100 മീറ്റർ ഓട്ടത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. 100 മീറ്റർ ഓട്ടത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ആ ഫിനിഷിംഗ് പോയിന്റിൽ കുറച്ച് ഓടിയിട്ടേ നിൽക്കത്തുള്ളൂ. ഇനി ബസ്സിൽ നിങ്ങൾ സീറ്റില്ല, നിൽക്കുകയാണ്. ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. അപ്പോൾ നിങ്ങൾ പുറകോട്ട് പോയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി ബസ് മൂവ് ചെയ്യുന്ന ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഡ്രൈവറുടെ അടുത്ത് പോയി കുശലാന്വേഷണം പറയാനായിട്ട് ചെല്ലും, അല്ലെ? അപ്പൊ അങ്ങനെ ഇനി ഹൈ റേഞ്ച് മേഖലയിലാണ് പോണെങ്കിൽ, പ്രത്യേകിച്ച് KSRTC ബസ്സിലൊക്കെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ബ്രേക്ക് ഒന്നും ഉപയോഗിക്കുന്നില്ല. എല്ലാ ടേണും നല്ല സ്പീഡിലായിരിക്കും എടുത്തു പോകുന്നത്. അപ്പൊ നിൽക്കുന്ന ആൾക്കാർ ഒന്നെങ്കിൽ ഏതെങ്കിലും സൈഡിലോട്ട് എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. ഇനി നിങ്ങൾ കത്തിയൊക്കെ മൂർച്ച വെപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാണായിരിക്കും. ഇങ്ങനെ ആ കല്ലെ കൊണ്ട് വെക്കുമ്പോൾ സ്പാർക്ക് എല്ലാം ഇങ്ങനെ തെറിച്ചു പോകുന്നത് കണ്ടു കാണും. മഡ് ഗാർഡ് എന്തിനാണ്? സൈക്കിളിന് മഡ് ഗാർഡ് എന്തിനാണ്? ഇനി മാങ്ങ പറിക്കണം, തോട്ടയില്ല, വൃക്ഷം ചെറുതാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? കുലുക്കി മാങ്ങ വീഴ്ത്താറുണ്ട്. ഇപ്പൊ ഡസ്റ്റ് പാർട്ടിക്കിള് കാർപ്പറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ അടിച്ചടിച്ച് നമ്മൾ ഡസ്റ്റ് പാർട്ടിക്കിൾ കളയാറുണ്ട്. ആ ഒരു പ്രോപ്പർട്ടിയാണ്, അങ്ങനെ പോകുന്നതിന് ആ പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ. അപ്പൊ ഇനേർഷ്യയുടെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് എ ഇൻഎബിലിറ്റി
കഴിവില്ലായ്മ. ഇറ്റ് ഈസ് ദ ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇൻ ഇ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ. റെസ്റ്റിലിരിക്കുന്ന ബോഡിയുടെ ആ ചലനത്തെ, ഇപ്പൊ നമ്മളൊരു ഡസ്റ്റർ അല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, അത് നാളെ അവിടെ തന്നെ ഇരിക്കും, മറ്റന്നാളും അവിടെ തന്നെ ഇരിക്കും, ആരെങ്കിലും എടുത്ത് മാറ്റിയില്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും, അല്ലേ? അപ്പൊ അതിനെ നമുക്ക് ഇനേർഷ്യ ഡ്യൂ ടു റെസ്റ്റ് എന്ന് പറയാം. ഇനി 450 കോടി വർഷമായിട്ട് ഭൂമി സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും അണ്ടിൽ ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്. ആ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്തടത്തോളം കാലം അതിങ്ങനെ കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇനി നമ്മൾ ഇനേർഷ്യ ഡ്യൂ ടു ഡയറക്ഷൻ പറയുമ്പോൾ ഒരു ഫുട്ബോൾ നമ്മൾ നേരെ വരികയാണ്. ആ ഡയറക്ഷന് മാറ്റം വരുത്താനായിട്ട് നമ്മുടെ കാലൊന്ന് വെച്ചു കൊടുക്കണം, അല്ലേ? എന്നാലേ അതിന് ഡയറക്ഷൻ മാറത്തുള്ളൂ. അല്ലാത്ത പക്ഷം അത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ 3 എക്സാമ്പിൾ. അപ്പൊ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഇന്നബിലിറ്റി, കഴിവില്ലായ്മ. ഇറ്റ് ഈസ് എ ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഓർ ഡയറക്ഷൻ ഓഫ് മോഷൻ. അപ്പൊ 3 ടൈപ്പ് ഇനേർഷ്യ. ആ ഇനേർഷ്യക്ക് എക്സാമ്പിൾസ് എല്ലാം നിങ്ങളുടെ ബുക്കിലോട്ട് തന്നിട്ടുണ്ട്. അതൊന്ന് ഇനേർഷ്യ ഡ്യൂ ടു റെസ്റ്റിനുള്ള എക്സാമ്പിൾ, ഇനേർഷ്യ ഡ്യൂ ടു യൂണിഫോം മോഷൻ, ഇനേർഷ്യ ഡ്യൂ ടു ഡയറക്ഷൻ ഓഫ് മോഷൻ, അതൊക്കെ എക്സാമ്പിൾ നിങ്ങളുടെ ബുക്കിൽ തന്നിട്ടുണ്ട്. അതൊന്ന് ആ നോട്ടിൽ തന്നിട്ടുണ്ട്, ഒന്ന് വായിച്ച് പഠിച്ചേക്കാം. ഇനി അവിടെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു ബോഡി, ഒരു ചരടയില് ഒരു ബോഡി തൂക്കിയിട്ടിരിക്കുകയാണ്. അതിന്റെ താഴോട്ടും ഒരു ചരടുണ്ട്. അതില് എം ആണ് അതിന്റെ മാസ്, സി ആണ് ഇവിടെ പോയിന്റ്, ഇവിടെ ഡി എഫ്. ഇനി ഈ താഴത്തെ ചരടയില് നമ്മൾ സാവകാശമാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഏത് ചരടായിരിക്കും പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഏതിന്റെ ഇടയിലുള്ള ചരടായിരിക്കും പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളത്? നമ്മൾ സാവകാശമാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഫോഴ്സ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുകൊണ്ട് അവിടെ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളത് സിക്കും ഡിക്കും ഇടയ്ക്കുള്ള ചരടായിരിക്കും പൊട്ടിപ്പോകാൻ സാധ്യത. ഇനി നമ്മൾ പെട്ടെന്ന് സഡൻ ആയിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, അപ്പോൾ ആ ഫോഴ്സിന് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ ഡിക്കും എഫിനും ഇടയ്ക്കുള്ള ചരടായിരിക്കും പൊട്ടിപ്പോകാൻ സാധ്യത. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നിങ്ങളൊരു കല്ലെടുത്ത് ഒരു ജനാലയ്ക്കിട്ട് എറിയുക, ഗ്ലാസ് ഇട്ട ജനാലയ്ക്ക് എറിയുക. നിങ്ങൾക്ക് കണ്ടു കാണുമായിരിക്കും ആ ജനാല മൊത്തത്തിൽ പൊട്ടിപ്പോകും, ഗ്ലാസ്, അല്ലേ? നേരെ മറിച്ച് നിങ്ങളൊരു ഗൺ ഉപയോഗിച്ച് ഫയർ ചെയ്യണമെന്നിരിക്കട്ടെ. ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബുള്ളറ്റ് പോകുന്ന ഭാഗത്ത് മാത്രമേ ഒരു ഹോൾ ഉണ്ടാകത്തുള്ളൂ. അതും ഇതൊക്കെ ഒരേപോലെ തന്നെയാണ്, അവിടെ ഈക്വൽ ഷെയറിംഗ് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രമേ ഒരു ഹോൾ ഉണ്ടാകത്തുള്ളൂ. ഇനി അതിനകത്ത് നെക്സ്റ്റ് നമുക്ക് ന്യൂട്ടൺസിന്റെ, നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഹെഡിങ് എന്ന ലോസ് ഓഫ് മോഷൻ ആണ്. അപ്പൊ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, അല്ലെങ്കിൽ അതിനെ നമുക്ക് ലോ ഓഫ് ഇനേർഷ്യ എന്നാണ്. ലോ ഓഫ് ഇനേർഷ്യ. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് എഴുതി പഠിക്കുക. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എ ബോഡി റിമെയിൻസ് ടു ബി അറ്റ് എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or of uniform motion in a straight line unless it is acted upon by an unbalanced external force. A body remains to be at its, നോട്ട് ഒന്ന് എഴുതി പഠിക്കണേ, at its state of rest or of uniform motion in a straight line until
it is acted upon by an unbalanced external force. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. remains to be at a state of rest, അവിടെ തന്നെ ഇരിക്കും. or of uniform motion in a straight line, നേർരേഖയിൽ, until it is acted upon by an unbalanced external force. ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് ലോ ഓഫ് ഇനേർഷ്യ ആണ്. ഇത് കൊണ്ടുവന്നത് ഗലീലിയോ ആണ്. കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഐസക് ന്യൂട്ടൺ. അപ്പം ഗലീലിയോ കൊണ്ടുവന്ന സിദ്ധാന്തങ്ങൾ ഇച്ചിരൂടെ പൂർണ്ണതയിൽ എത്തിക്കാനായിട്ട് ഐസക് ന്യൂട്ടന് സാധിച്ചു. ശരിക്കും 5 നിയമങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിനെ നമ്മളിപ്പോൾ 3 മാറ്റിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ലോയാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ. ഇപ്പോൾ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ നിങ്ങൾ എന്തായാലും ഈ വർഷം ചോദിച്ചിരിക്കും. അത് നല്ലോണം ഒന്ന് എഴുതി പഠിക്കുക. ചെറിയ ക്ലാസ്സിൽ കൂടെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എ ബോഡി റിമെയിൻസ് ടു ബി അറ്റ് എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ an unbalanced external force. നോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് ഈ ക്ലാസ് കേൾക്കുക, എന്നാലേ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലോ ഓഫ് ഇനേർഷ്യ. ഇനി നെക്സ്റ്റ് ലീനിയർ മൊമെന്റം. The symbol small letter p ആണ്. It is a property of a moving body to impart motion on another body. It is a property of a moving body to impart കൊടുക്കുക, impart motion of another body, impart motion to another body. മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ പ്രോപ്പർട്ടിയാണ് മറ്റൊരു ബോഡിക്ക് മോഷൻ കൊടുക്കാനുള്ള ആ പ്രോപ്പർട്ടി. അതിനെ വിളിക്കുന്നവരാണ് ലീനിയർ മൂവ്മെന്റ്. അപ്പൊ ഇതെല്ലാത്തിൻ്റെ മുമ്പിൽ ഒരു വാക്കുണ്ട് ലീനിയർ. പിന്നീട് റൊട്ടേഷൻ മോഷൻ വരുമ്പോൾ അവിടെ നിങ്ങൾ ഈ വാക്ക് മാറും, അവിടെ ആംഗുലാർ മൂവ്മെന്റ് എന്ന് വിളിക്കും. അപ്പൊ ഇത്രയൊന്നും മനസ്സിലാക്കുക. ഇനി മാത്തമാറ്റിക്കലായിട്ട് നിങ്ങൾക്ക് ഈ സെന്റൻസ് കിട്ടിയില്ലെങ്കിൽ മാത്തമാറ്റിക്കലി ലീനിയർ മൂവ്മെന്റം P is equal to mv എന്ന് എഴുതിയാൽ മതി മാത്തമാറ്റിക്കലായിട്ട്. അപ്പൊ ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിലുള്ള ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് ലീനിയർ മൊമെന്റം. അപ്പൊ ഈ വെക്ടറിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു പോളാർ വെക്ടർ എന്നാണ്. പോളാർ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഉണ്ട്, ഒരു ടെർമിനേറ്റിംഗ് പോയിന്റും ഉണ്ട്. അങ്ങനെയുള്ള വെക്ടേഴ്സിനെ വിളിക്കുന്നവരാണ് നമ്മൾ പോളാർ വെക്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ലീനിയർ മൊമെന്റം ഒരു പോളാർ വെക്ടർ ആണ്. ഇപ്പൊ അതിന്റെ യൂണിറ്റ് നോക്കുക. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. ഇപ്പൊ യൂണിറ്റ് എഴുതുമ്പോൾ കിലോഗ്രാം, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് എന്താ പറയാം? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് പറയാം. ഇനി ഡയമെൻഷൻ പറയുമ്പോൾ ഡയമെൻഷൻ ഇവിടെ മാസ് വന്നിട്ടുണ്ട്. അപ്പോൾ എം മീറ്റർ എൽ പെർ ടൈം. ഇതാണ് എൻ്റെ ഡയമെൻഷൻ. ഇപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ലീനിയർ മൊമെന്റത്തിന്റെ ഡെഫിനിഷൻ നോക്കുക. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മൂവിംഗ് ബോഡി ടു ഇമ്പാർട്ട് മോഷൻ ടു അനദർ ബോഡി. ഇപ്പൊ ലീനിയർ മൊമെന്റത്തിന്റെ സിമ്പൽ പി, സ്മോൾ ലെറ്റർ പി ആണ്. ഇപ്പൊ പി ഇസ് ഈക്വൽ ടു എം വി. യൂണിറ്റ് നമ്മൾ SI യൂണിറ്റ് ആണ് ഇപ്പൊ എഴുതിയിരിക്കുന്നത്. അതിന്റെ ഡയമെൻഷൻ എഴുതി. ഇനി നെക്സ്റ്റ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ.
ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓർ ലോ ഓഫ് ഫോഴ്സ്, ഫോഴ്സിനെ കുറിച്ചുള്ള നിയമം. ഇപ്പൊ ന്യൂട്ടന്റെ സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. ന്യൂട്ടൺ സെക്കൻഡ് ലോ states that rate of change of linear momentum is directly proportional to the applied force and the changes take place in the direction of motion. ഇപ്പോൾ ഫോഴ്സിനെ കുറിച്ചുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡെഫിനിഷൻ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് മീൻസ് നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് ഈ 3 ലോ ഉണ്ട്, ആ ലോയും നല്ലോണം പഠിക്കണം. അപ്പോൾ അതിനകത്ത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൂവ്മെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മീൻസ് ടൈം മാറുന്നതനുസരിച്ചുള്ള ലീനിയർ മൂവ്മെന്റത്തിനുണ്ടാവുന്ന മാറ്റം. Rate of change of linear momentum is directly proportional to the applied force, and the changes take place in the direction of motion. അപ്പോൾ അതിന്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ നമുക്കൊന്ന് എഴുതി പഠിക്കാം. മാത്തമാറ്റിക്കൽ ആയിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. F proportional to dp by dt. ഇതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഡെഫിനിഷൻ ആണ്. ഫോഴ്സിനെ പറ്റിയുള്ള ഒരു നിർവചനമാണ് ഫസ്റ്റ് ലോ. സെക്കൻഡ് ലോ മീൻസ് ക്വാണ്ടിറ്റേറ്റീവ് ഡെഫിനിഷൻ, ഫോഴ്സ് എങ്ങനെ അളക്കാം എന്നാണ് സെക്കൻഡ് ലോ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയേക്കാം. ഇനി നമ്മൾ ഫോഴ്സിന്റെ ഡെറിവേഷൻ, ഇതൊരു 2 മാർക്കിന് ചോദിക്കും. ഇപ്പൊ ഡെറിവേഷൻ ഓഫ് ഫോഴ്സ്. അപ്പൊ നോക്കാം, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം F പ്രൊപ്പോർഷണൽ ടു dp by dt or F is equal to K into dp by dt. ഇനി F is equal to എക്സ്പെരിമെന്റ് ആയിട്ട് K യുടെ വാല്യൂ 1 എന്ന്, ബട്ട് K is equal to 1 എന്ന് ന്യൂട്ടൺ പ്രൂവ് ചെയ്തിട്ടുണ്ട്. K is equal to 1. അപ്പൊ നമുക്ക് F is equal to dp by dt എന്ന് എഴുതാം. ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾ കഴിഞ്ഞ ടീച്ചർ പഠിപ്പിച്ച ടോപ്പിക്കിൽ ഇപ്പം ഇതിന് വരാം, ഡി പിക്ക് വരാം നമുക്ക് എം ഇ എന്ന് എഴുതാം. എം ഇ മാസ് ഇൻറ്റു വെലോസിറ്റി. ഇനി നമ്മളിപ്പോൾ പഠിക്കുന്നത് ന്യൂട്ടോണിയം മെക്കാനിക്സ് ആണ്. ന്യൂട്ടോണിയം മെക്കാനിക്സിൻ്റെ അകത്ത് നമ്മൾ മാസ് കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് ടൈം മാറുന്നതനുസരിച്ച് മാറുന്നില്ല. അപ്പൊ മാറാത്തതിനെ പിന്നെ ഇതിനകത്ത് ഇടേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് പുറത്തേക്ക് എടുക്കാം. എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഇനി ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടിനെ നമ്മൾ വിളിക്കുന്നവര് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ആക്സലറേഷൻ ആണ്. അപ്പോൾ ഫോർമുല എന്തായി? എം ഇൻറ്റു എ എന്നായി. ഇപ്പൊ എഫ് ഈസ് ഈക്വൽ ടു ഫോർമുല എം ഇൻറ്റു എ. ഇതൊരു 2 മാർക്കിന് നിങ്ങൾക്ക് ഈ വർഷം നിശ്ചിതമായിട്ടും ചോദിക്കും. അപ്പോൾ ഒന്ന് എഴുതി പഠിക്കണം. ഡെറിവേഷൻ ഓഫ് ഫോഴ്സ് ആകുമ്പോൾ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ F പ്രൊപ്പോർഷണൽ ടു dp by dt
F is equal to k into dp by dt. ബട്ട് k is equal to 1 എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്ത് കാണിച്ചു. അപ്പോൾ നമുക്ക് dp by dt, ഇനി p നമ്മൾ നേരത്തെ എഴുതി m into v. ഇനി ന്യൂട്ടോണിയൻ മെക്കാനിക്സിൻ്റെ അകത്ത് മാസ് കോൺസ്റ്റന്റ്, പിന്നെ സിസ്റ്റം ഓഫ് വേരിയബിൾ മാസ് വരുന്നുണ്ട്. ഇപ്പോൾ റോക്കറ്റ് ഒക്കെ വേരിയബിൾ മാസ് ആണ്, ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ മാസ് എന്തായിട്ട് എടുക്കുന്നു? കോൺസ്റ്റന്റ്. ഇപ്പോൾ ഡി വി ബൈ ഡി ടി. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിക്ക് പകരം എ കൊടുക്കാം. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് കിട്ടും. ഓക്കെ, ഇനി അതിൻ്റെ യൂണിറ്റ് ഡയമെൻഷൻ നോക്കിയേക്കാം. യൂണിറ്റ്, ഇപ്പോൾ യൂണിറ്റ് ഓഫ് ഫോഴ്സ്, യൂണിറ്റ് ഓഫ് ഫോഴ്സ് ആകുമ്പോൾ എസ് ഐ യൂണിറ്റ് നമുക്ക് ഇത് കിലോഗ്രാം ആണ്. ആക്സലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓർ ഇതിനെ നമ്മൾ വിളിക്കുന്നത് ന്യൂട്ടൺ. ശ്രദ്ധിക്കുക, സ്മോൾ ലെറ്റർ എൻ ആണ്, സിമ്പിൾ ആണെങ്കിൽ എൻ കൊടുക്കാം. ഇനി സി ജി എസ് യൂണിറ്റ് ആണെങ്കിൽ കിലോഗ്രാമിന് പകരം ഗ്രാം, ഇതിന് പകരം സെന്റിമീറ്റർ, ഇതിന് പകരം സെക്കൻഡ് സ്ക്വയർ. ഓർ ഇതിന് പകരം നമ്മൾ കൊടുക്കുന്നത് ഡൈൻ എന്നാണ്. ഡൈൻ സിമ്പിളും നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്ന ഡൈൻ. അപ്പൊ ഇത്രയും ശ്രദ്ധിക്കുക, യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ഇനി നമുക്ക് ഡയമെൻഷൻ എഴുതി നോക്കാം അല്ലെ. ഡയമെൻഷൻ എങ്ങനെ വരും നോക്കിയേ. ഡയമെൻഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത്. അപ്പൊ ഡയമെൻഷൻ ശ്രദ്ധിക്കുക. കിലോഗ്രാം, കിലോഗ്രാം മീൻസ് മാസിന്റെ സിമ്പിൾ ആണ് കൊടുക്കുന്നത്. മീറ്റർ, മീറ്റർ ആകുമ്പോൾ ലെന്ത് കൊടുക്കാം. പെർ സെക്കൻഡ് സ്ക്വയർ, ഇപ്പോൾ ടി റേസ് ടു -2. ഇപ്പൊ ശ്രദ്ധിക്കുക, ഫോഴ്സിന്റെ ഡയമെൻഷൻ ml t-2. ഇനി പ്രോബ്ലം എല്ലാം അടുത്ത ക്ലാസ്സിൽ ഞാൻ അടുത്ത നോട്ടിലൊക്കെ എഴുതി തരാം. നമുക്ക് അടുത്തൊരു ടേം കൂടെ പഠിക്കാം. പ്രോബ്ലം എല്ലാം നിങ്ങൾക്ക് വാട്സാപ്പിൽ ഇന്ന് തന്നെ സെൻഡ് ചെയ്ത് തരും, നിങ്ങൾ നോക്കിയേക്കാം. അടുത്തത് ഇമ്പൾസീവ് ഫോഴ്സ്. ഇമ്പൾസീവ് ഫോഴ്സ്, ഇമ്പൾസീവ് ഫോഴ്സ് ഇന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. നിങ്ങളൊരു ട്രെയിൻ ചെന്ന് ഒരു കാറിൽ ചെന്ന് ഇടിച്ചു, ഒരു സൈക്കിളിൽ ചെന്ന് ആ കാറിൽ ചെന്ന് ഇടിച്ചു. അപ്പൊ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ ട്രെയിൻ ചെന്ന് കാറിൽ ചെന്ന് ഇടിക്കുമ്പോൾ ഉള്ളാവുന്ന ആ ഭീകര പ്രശ്നമല്ല സൈക്കിളിൽ ചെന്ന് കാറിൽ ചെന്ന് ഇടിക്കുന്നത്. അപ്പോൾ വളരെ ലാർജ് ഫോഴ്സ് ഉള്ള, ലാർജ് മാസ് ഉള്ളൊരു ബോഡിയാണ് ട്രെയിൻ. ചെറിയ ആക്സലറേഷനിൽ പോയാലും അതിനുണ്ടാകുന്ന ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. ഈ സൈക്കിളിന്റെ മാസ് വളരെ കുറവാണ്, അത് എത്ര വലിയ ആക്സലറേഷനിൽ പോയി കാറിൽ ചെന്ന് ഇടിച്ചാലും വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ വളരെ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം, അതിനെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസീവ് ഫോഴ്സ്. ഇറ്റ് ഈസ് എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഇൻ എ സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം, വളരെ കുറച്ച് ടൈമിലേക്ക്. ഇപ്പൊ ക്രിക്കറ്റ് കളിയിൽ നിങ്ങൾ കണ്ടു കാണും, വലിയ ഷോട്ട് അടിക്കുമ്പോൾ ക്യാച്ച് എടുക്കാൻ നേരത്ത് കൈ പുറകിലോട്ട് നീക്കിയാണ് ബോൾ പിടിക്കുന്നത്. ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഇനി ലോങ് ജമ്പ് നടത്തുന്നത് കോൺക്രീറ്റ് ഫ്ലോറിൽ നടത്തുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോൺക്രീറ്റ് ഫ്ലോറിൽ നടത്തി കഴിഞ്ഞാൽ അവൻ്റെ അവസാനമായിരിക്കും അല്ലേ. ഇനി ഡൈവിങ്, ഒളിമ്പിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയുള്ളൊരു ഐറ്റമാണ് ഡൈവിങ്. ഒരു വുഡൻ പ്ലാങ്കിൽ വന്ന് ഇവിടെ വന്ന് റൊട്ടേറ്റ് ചെയ്ത് താഴെ വന്ന് വെള്ളത്തിലാണ് വന്ന് പതിക്കുന്നത് അല്ലേ. നേരെ മനസ്സിലത് കോൺക്രീറ്റ് ഫ്ലോർ ആണെങ്കിൽ ആള് ചത്തുപോകും അല്ലേ. അപ്പം അങ്ങനെ ലാർജ് ഫോഴ്സ് വളരെ കുറച്ച് ചെറിയ ടൈം ഇന്റർവെൽ ആക്ട് ചെയ്യുന്നതിന് വിളിക്കുന്നവരാണ് ഇമ്പൾസീവ് ഫോഴ്സ്. ഇപ്പൊ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് മനസ്സിലായല്ലോ. ഇനി എന്താണ് ഇമ്പൾസ്? ഇമ്പൾസിന്റെ സിമ്പല് ഐ ആണ്. ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം.
അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് I is equal to F into dt. എന്ന് വെച്ചാല് dt ഉദ്ദേശിക്കുന്നത് വളരെ കുറച്ച് ചെറിയ ടൈം എന്നാണ് ഉദ്ദേശിക്കുന്നത് dt. അപ്പൊ F into dt എന്നാണ്. അപ്പൊ ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താ? ലാർജ് ഫോഴ്സ്. വെറുതെ ലാർജ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പോരാ, ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം. ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് ടൈം. അപ്പൊ ശ്രദ്ധിക്കുക, തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. ഒന്ന് ഇമ്പൾസീവ് ഫോഴ്സ് ആണ്, മറ്റൊന്ന് ഇമ്പൾസ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ന്യൂട്ടന്റെ തേർഡ് ലോ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. തേർഡ് ലോ ന്യൂട്ടൺസ് തേർഡ് ലോ. അത് ചെറിയ ക്ലാസ്സിൽ തൊട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. അപ്പൊ ഇതിന്റെ മീനിങ് എന്ന് വെച്ചാല് നമ്മളൊരു ഫ്ലോറിൽ, ഇപ്പൊ നമുക്കിപ്പോ ഈ കോൺക്രീറ്റ് ഇട്ട ഫ്ലോറിൽ, വീട്ടിലെ ഫ്ലോറിൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റും അല്ലെ? ഇതേപോലെ നിങ്ങൾക്ക് വെള്ളത്തിൽ നടക്കാൻ പറ്റുമോ? അതുപോലെ നിങ്ങൾക്ക് മഡുള്ള ചെള്ളയുള്ള സ്ഥലത്തൂടെ നടക്കാൻ പറ്റുമോ? ഇല്ല, കാലൊക്കെ താന്നു പോകും അല്ലേ? അപ്പൊ ആ ഒരു സ്ഥലത്തിനൊക്കെ നിങ്ങൾക്കുള്ള ഈക്വലന്റ് ആയുള്ള ഫോഴ്സ് തരാനുള്ള കഴിവില്ല അല്ലെ? അപ്പൊ ഈ കോൺക്രീറ്റ് ഫ്ലോറിലൂടെ അല്ലെങ്കിൽ നല്ല തറയിലൂടെ നടക്കാൻ പറ്റുന്നതിന് കാരണം നിങ്ങൾ ഒരു തറയിലൂടെ നടക്കുമ്പോൾ ഒരു ഫോഴ്സ് എവിടെ കൊടുക്കുന്നുണ്ട്? ഗ്രൗണ്ടിൽ കൊടുക്കുന്നുണ്ട്. ഗ്രൗണ്ടിന് അത്രയും തന്നെ റിയാക്ഷൻ തരാൻ കഴിവുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഗ്രൗണ്ടിലൂടെ സ്മൂത്ത് ആയിട്ട് നടക്കാൻ പറ്റുന്നത്. ഇനി റിയാക്ഷൻ തരാൻ കഴിവില്ലെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾ താന്നു പോകും. അതാണ് നേരത്തെ പറഞ്ഞ വെള്ളത്തിലും മണ്ണിലൊക്കെ നടക്കുന്നത്. ഡെസേർട്ട് ലാൻഡിലും ഇതേ കേസ് തന്നെയാണ്. അപ്പൊ ഇത്രയും തന്നെ മനസ്സിലാക്കിയാൽ മതി. ഫോർ എവറി ഫോഴ്സ് ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അനദർ ഫോഴ്സ്. ഇത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്കാണ് ആക്ഷനും റിയാക്ഷനും. ഏതാണ് ആക്ഷൻ, ഏതാണ് റിയാക്ഷൻ? എന്തിനെ നിങ്ങൾക്ക് ആക്ഷൻ എന്ന് വിളിക്കാം, എന്തിനെ നിങ്ങൾക്ക് റിയാക്ഷൻ എന്ന് വിളിക്കാം. അപ്പൊ കറക്റ്റായുള്ള സെന്റൻസ് ഇതാണ്. ഫോർ എവറി ഫോഴ്സ് ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അനദർ ഫോഴ്സ്. അതായത് ആക്ഷൻ റിയാക്ഷൻ പെയർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അല്ലെങ്കിൽ ഫോഴ്സസ് എക്സിസ്റ്റ് ഇൻ പെയർസ്. Forces exist in pairs. ഇപ്പൊ ഇത്രയും വരെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. നോട്ട് കുറേശ്ശെയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോവുക. ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന കാര്യമൊക്കെ ഞാനിങ്ങനെ പറഞ്ഞെങ്കിലും അതിൻ്റെ അകത്ത് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഒന്നോ രണ്ടോ പേർക്ക് എടുത്തോട്ടെന്ന് വെച്ചാൽ ലാഭമൊന്നും ഇല്ല. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, എജുമേറ്റ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, ആ ബുക്ക് വാങ്ങിക്കുക. അത് ഫോളോ ചെയ്താലും മതി. അത് 110 രൂപ 100 രൂപയും കണ്ടേ ഉള്ളൂ അതിൻ്റെ റേറ്റ്. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസയാവും. അത് പിന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നടക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തനിയിരുന്ന് എഴുതി പഠിക്കുക. അതാണ് ഇച്ചിരി നല്ലത്. കാരണം എഴുതുമ്പോൾ അവിടെ നിങ്ങളൊരു ബ്രെയിൻ വർക്ക് കൂടെ വരുന്നുണ്ട്. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഈ നോട്ട് എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എഴുതി പോവുക. അല്ലെങ്കിൽ നോട്ട് നിങ്ങളുടെ കയ്യിൽ എടുത്ത് വെച്ചേക്കുക. ക്ലാസ് വരുമ്പോൾ അത്, കാരണം ഇനിയുള്ള കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിൽ ഇതൊരു 3-4 ദിവസം കൊണ്ട് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പിന്നെ വർക്ക് പവർ എനർജിയാണ്. അപ്പോൾ എല്ലാ യൂണിറ്റും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാനായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം കൂടെ ഉണ്ടെങ്കിലേ ബാക്കി കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഫോട്ടോസ്റ്റാറ്റിനെയൊക്കെ നല്ലത് നിങ്ങളൊന്ന് എഴുതി പോയേക്കുക. പ്രോബ്ലം ഇന്ന് ഞാൻ എഴുതി വാട്സാപ്പിൽ സെൻഡ് ചെയ്തു. ഓക്കെ, താങ്ക് യു.